Hello, my dear students. Welcome back to Future Plus Academy. ഫൈനലി നമ്മുടെ 2026 പബ്ലിക് എക്സാമിനേഷൻ NIOS പബ്ലിക് എക്സാമിനേഷൻ എഴുതിയിരിക്കുന്ന +2 വിദ്യാർത്ഥികളുടെ റിസൾട്ട് വന്നിട്ടുണ്ട് അല്ലേ. സോ ഹാപ്പി ഫോർ യു എവ്രി വൺ. നന്നായിട്ട് അറ്റൻഡ് ചെയ്ത കുട്ടികൾക്കൊക്കെ നല്ല പാസ് മാർക്ക് ഉണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. എനിവേ പലരുടെയും സംശയം ഇനി എങ്ങനെയാണ് നമ്മുടെ ഒരു ഗ്രേഡ് കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ, മാർക്ക് ലിസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് മിസ്സെ മനസ്സിലാക്കുക. അതിൽ പല ലെറ്റേഴ്സും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഏത് രീതിയിൽ മനസ്സിലാക്കുമെന്ന് ഒരുപാട് കുട്ടികൾ നമ്മുടെ അടുത്ത് സംശയം ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിനുള്ള ഒരു ഉത്തരം അല്ലെങ്കിൽ അതിനുള്ള റെസ്പോൺസ് എന്ന് വേണമെങ്കിൽ ഇതിനെ കരുതാം. നമ്മുടെ അക്കാഡമിക് എക്സാമിനേഷൻ റിസൾട്ട് നമുക്ക് അറിയണമെങ്കിൽ ആദ്യം നമ്മൾ നമ്മുടെ എൻറോൾ നമ്പർ ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കണം അല്ലെ. അതിനുശേഷം സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കാഡമിക് എക്സാമിനേഷൻ റിസൾട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്നതാണ്. അപ്പൊ ഈ അക്കാഡമിക് എക്സാമിനേഷൻ റിസൾട്ടിൽ നിങ്ങൾക്ക് ഇവിടെ കണ്ടോളൂ, എൻറോൾ നമ്പർ, കോഴ്സ്, അത് നിങ്ങൾ സീനിയർ സെക്കൻഡറി ആണോ അല്ലെങ്കിൽ സെക്കൻഡറി ആണോ എന്നുള്ളത്, അതേപോലെ തന്നെ കാൻഡിഡേറ്റിന്റെ പേര്, ഒപ്പം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, മദേഴ്സ് നെയിം, ഫാദേഴ്സ് നെയിം, ഇതൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ഇതിപ്പോ ഒരു കുട്ടിയുടെ ഒരു ഗ്രേഡ് കാർഡ് ഒരു എക്സാമ്പിൾ എടുത്താണ്. ഇത് 2022 ആ കുട്ടിയുടെ എക്സാം കഴിഞ്ഞത്. അതിന് പകരം നമ്മുടെ എക്സാമിനേഷൻ ഇയർ എന്ന് പറയുന്നത് ഇവിടെ എന്തായിരിക്കും, ഏപ്രിൽ 2026 ആയിരിക്കും. ഓക്കെ. ആൻഡ് വൺ മോർ തിങ്, എക്സാമിനേഷൻ മന്തും ബ്ലോക്ക് ഒക്കെ ഇവിടെ കൊടുക്കും. ഇപ്പൊ ഇതൊന്നല്ല പ്രശ്നം, ഇവിടെ ഇങ്ങനെ ആയിരിക്കും നിങ്ങളുടെ റിസൾട്ട് വരാം. ഓക്കെ. അപ്പൊ നിങ്ങളുടെ സബ്ജക്ട് ഏതൊക്കെയാണ്, ഇവിടെ സബ്ജക്ട് കോഡ് കൊടുത്തിരിക്കും. തിയറിയിൽ നിങ്ങൾ എഴുതിയിരിക്കുന്ന നിങ്ങളുടെ എക്സാമിനേഷന്റെ മാർക്കുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഇവിടെ ഇപ്പൊ ഈ കുട്ടിക്ക് ഡാറ്റ എൻട്രി ഓപ്പറേഷൻ എന്ന് പറയുന്ന ഈ ഒരു എക്സാമിനേഷന് പ്രാക്ടിക്കൽ എക്സാം അതിന് മാത്രം ഉള്ളതുകൊണ്ട് അതിന്റെ പ്രാക്ടിക്കൽ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ആൻഡ് വൺ മോർ തിങ്, ഇവിടെ ടോട്ടൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 70, 60, അതേപോലെ തന്നെ 58, 49, 49, 49, അതായത് ഈ സ്റ്റുഡന്റിന്റെ TMA മാർക്ക് കൂടെ ആഡ് ചെയ്തിട്ടുള്ള ടോട്ടൽ റിസൾട്ട് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. പി എന്നുള്ള രീതിയിൽ ഇവിടെ കുറെ ഭാഗങ്ങൾ നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ പറ്റും. ദാറ്റ് മീൻസ് ആ കുട്ടി, ആ സ്റ്റുഡന്റ് പാസ് ആണ്. എന്നാൽ പല വിദ്യാർത്ഥികളുടെയും ഈ ഒരു റിസൾട്ടിന്റെ ഭാഗത്ത് P എന്നതിന് പകരം NC എന്നുള്ള ഒരു രീതിയിലോ അല്ലെങ്കിൽ SYC അല്ലെങ്കിൽ SYCT എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ റിസൾട്ട് വന്നതെങ്കിൽ അതിന് പലതരത്തിലുള്ള അർത്ഥമാനങ്ങളാണ് ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലെ. ഇപ്പൊ P എന്ന് പറയുന്നത് പാസ്ഡ് എന്നുകൊണ്ടാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. NC എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് നോട്ട് കമ്പ്യൂട്ടബിൾ ആസ് ദ റിക്വയർഡ് ഡാറ്റ ഫോർ റിസൾട്ട് കാൽക്കുലേഷൻ ഇസ് അൺഅവൈലബിൾ എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ AB എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ റിസൾട്ട് നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, എക്സാം എഴുതിയിട്ടില്ല, ആബ്സെന്റ് ആണ്. ഇനി SYC എന്ന് കൊടുക്കുന്ന സമയത്ത് സബ്ജക്ട് യെറ്റ് ടു ബി ക്ലിയർഡ് എന്നാണ്. അതായത് നിങ്ങൾ എന്ത് ചെയ്യണം, തിയറി എക്സാമിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ആ എക്സാമിന് മാർക്ക് കുറവാണ്, അത് നിങ്ങൾ ഇനി ഒന്നുകൂടെ എഴുതേണ്ടി വരും. SYCT എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സബ്ജക്ട് യെറ്റ് ടു ബി ക്ലിയർഡ് ഇൻ തിയറി അല്ലെ. അപ്പോ SYCT എന്നോട് ഉദ്ദേശിക്കുന്നത് എന്താണ്, സബ്ജക്ട് യെറ്റ് ടു ബി ക്ലിയർഡ് ഇൻ തിയറി എക്സാമിൽ നിങ്ങളെ സബ്ജക്ട് ക്ലിയർ ചെയ്യാനുണ്ട്. SYCP എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രാക്ടിക്കൽ എക്സാമിന് നിങ്ങൾ നിങ്ങളുടെ എക്സാമിനേഷൻ പ്രാക്ടിക്കൽ എക്സാമിനേഷനിൽ നിങ്ങൾ അത് ക്ലിയർ ചെയ്യാനുണ്ട് അല്ലെ. ആൻഡ് ഓൾസോ നിങ്ങളുടെ TMA മാർക്ക് കൂടെ കൂട്ടിയിട്ടാണ് നിങ്ങളുടെ ടോട്ടൽ റിസൾട്ട് വരാന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ SYC എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, SYC ദാറ്റ് മീൻസ് സബ്ജക്ട് യെറ്റ് ടു ബി ക്ലിയർഡ് എന്നും, ആൻഡ് SYCT എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സബ്ജക്ട് യെറ്റ് ടു ബി ക്ലിയർഡ് ഇൻ തിയറി എക്സാമിൽ നിങ്ങൾക്ക് സബ്ജക്ട് ക്ലിയർ ചെയ്യാനുണ്ട്. SYCP സബ്ജക്ട് യെറ്റ് ടു ബി ക്ലിയർഡ് ഇൻ പ്രാക്ടിക്കൽ എക്സാമിനേഷനിൽ നിങ്ങൾ സബ്ജക്ട് ക്ലിയർ ചെയ്യാനുണ്ട്. നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ നിങ്ങൾ ഫെയിൽ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത്തരത്തിലാണ് നിങ്ങളുടെ ഇങ്ങനെ ഒരു അക്കാഡമിക് റിസൾട്ട് വരുന്നതെങ്കിൽ അതിന്റെ ഒരു എക്സാക്ട് ഒരു ഫോർമേഷൻ അല്ലെങ്കിൽ എക്സാക്ട് ഒരു ഫോമാണ് മിസ് ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ റിസൾട്ടിൽ പി ആണെങ്കിൽ പാസ് ആണ്, AB ആണെങ്കിൽ ആബ്സെന്റ് ആണ്, SYC എന്നാണെങ്കിൽ സബ്ജക്ട് യെറ്റ് ടു ബി ക്ലിയർഡ് എന്നാണ്, SYCT എന്നാണെങ്കിൽ സബ്ജക്ട് യെറ്റ് ടു ബി ക്ലിയർഡ് ഇൻ തിയറി എക്സാം റിട്ടേൺ എക്സാം, SYCP എന്നാണെങ്കിൽ പാസ്, നിങ്ങൾ പ്രാക്ടിക്കൽ എക്സാമിന് നിങ്ങൾ പാസ് അല്ല എന്നാണ്. ഓക്കെ. അപ്പം നിങ്ങൾ നോക്കുക, അവിടെ ഫൈനൽ റിസൾട്ട് നിങ്ങൾക്ക് വരും, പാസ്സെങ്കിൽ ഫെയിലെങ്കിൽ. ഓക്കെ. സോ ഗോ ഫോർ ഇറ്റ്. ആൻഡ് കൂടുതൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യാൻ മറക്കല്ലേ. എനിവേ ഓൾ ദി ബെസ്റ്റ് എവരിവൺ.